ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് അല്ലെങ്കിൽ DTA എന്നാണ്. അതായത് നമ്മൾ പഠിച്ചിരുന്നത് തെർമൽ അനാലിസിസ് മെത്തേഡുകളായിരുന്നു പഠിച്ചിരുന്നത്. അതായിരുന്നു TJയും അതേപോലെ തന്നെ തെർമോമെട്രിക് ടൈട്രേഷൻസും രണ്ടും തെർമൽ അനാലിസിസ് തന്നെയായിരുന്നു. അപ്പോൾ TJ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ചേഞ്ച് ഇൻ വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് റെക്കോർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർ ടൈം. ഈ DT എന്ന് പറഞ്ഞാൽ അതും ഒരു തെർമൽ അനാലിസിസ് മെത്തേഡാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാമ്പിൾ എടുക്കും. അതായത് നമുക്ക് ഏതിൻ്റെയാണോ തെർമൽ സ്റ്റഡീസ് നടത്തേണ്ടത് ആ സാമ്പിൾ എടുക്കും. അതേപോലെ തന്നെ ഒരു റെഫറൻസ് സാമ്പിൾ എടുക്കും. ഒരു ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. എന്നിട്ട് അതിന് രണ്ടിനും ഒരു സെയിം ഹീറ്റിംഗ് റേറ്റിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അത് തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് റെക്കോർഡഡ് ആസ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർ ടൈം. അതിനെയാണ് നമ്മൾ പറയുന്നത് DT എന്ന് പറയും. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് ഇനർട്ട് റെഫറൻസ് സാമ്പിൾ ഈസ് റെക്കോർഡഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർ ടൈം. അതിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? DTA എന്ന് പറയുന്നത്. DTA അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ടെമ്പറേച്ചർ ടൈം അല്ലെങ്കിൽ സാമ്പിൾ ടെമ്പറേച്ചറിൻ്റെയും റെഫറൻസ് ടെമ്പറേച്ചറിൻ്റെയും ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, DTA ഈസ് എ ടെക്നിക് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ ആൻഡ് inert reference material are recorded as a function of temperature or time or sample temperature or reference temperature. ഏതിൻ്റെങ്കിലും ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കും, അതിലെന്ത് ചെയ്യുന്നുണ്ട്? ഒന്നീ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ കെമിക്കൽ സിസ്റ്റത്തിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി DTA കർവ് എന്ന് പറയുന്നത് അപ്പം എങ്ങനെയായിരിക്കും? നമ്മൾ TJ പഠിച്ചപ്പോൾ എന്തായിരുന്നു? ΔW അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഓർ ടൈം ആയിരുന്നു. അപ്പോൾ DTA കർവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ΔT അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ഓർ ടൈം. അങ്ങനെയായിരിക്കും DTA കർവ് എന്ന് പറയുന്നത്. ഇനി ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഒന്നുകിൽ എൻഡോതെർമിക് റിയാക്ഷൻസ് നടക്കാം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് നടക്കാം. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും? സാമ്പിളിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെഫറൻസ് ടെമ്പറേച്ചറിനേക്കാളും കുറവായിരിക്കും. കാരണം ഹീറ്റ് അബ്സോർബ് ചെയ്യല്ലേ. അപ്പോൾ സാമ്പിളിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെഫറൻസിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ΔTയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. കാരണം സാമ്പിൾ ടെമ്പറേച്ചർ മൈനസ് റെഫറൻസ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ΔTയുടെ വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എൻഡോതെർമിക് ചേഞ്ചസിന് എക്സാമ്പിൾ ആണ് മെൽറ്റിംഗ് പ്രോസസ്സ്, ഡീഹൈഡ്രേഷൻ ഓഫ് ദ സാമ്പിൾ ഒക്കെ. ഇനി എക്സോതെർമിക് റിയാക്ഷൻ ആണ് നടക്കുന്നതൊക്കെ. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? സാമ്പിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെഫറൻസ് ടെമ്പറേച്ചറിനേക്കാളും ഹയർ ആയിരിക്കും. അപ്പൊ ΔD എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും ΔT. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ΔT നെഗറ്റീവ് ആയിരിക്കും. എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ ΔT എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി അത് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പീക്കാണ് കിട്ടുക. അതായത് Y ആക്സിസിൽ നമ്മൾ ΔT എടുത്തു, X ആക്സിസിൽ ടെമ്പറേച്ചർ ആയിട്ടാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ രണ്ട് പീക്കുകൾ കാണാം. എക്സോതെർമിക് പീക്കും ഉണ്ട്, എൻഡോതെർമിക് പീക്കും ഉണ്ട്. എക്സോതെർമിക് പീക്ക് എന്ന് പറയുമ്പോൾ ΔT പോസിറ്റീവ് ആണ്. അപ്പൊ നോക്കിക്കേ, മോളിലോട്ടാണ് നമുക്ക് സ്പെക്ട്രം കിട്ടിയിരിക്കുന്നത്. ഇനി എൻഡോതെർമിക് പീക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്, ΔT നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കിയേ, താഴോട്ടാണ് ആ പീക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സോതെർമിക് പീക്ക് പോസിറ്റീവും എൻഡോതെർമിക് പീക്ക് നെഗറ്റീവ് സൈഡിലോട്ടായിരിക്കും വരുന്നത്. ഇനി ഇതിൽ തന്നെ ഈ എൻഡോതെർമിക് പീക്ക് എടുക്കുമ്പോൾ തന്നെ അതിൽ ഷാർപ്പായിട്ടുള്ള പീക്കും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് ബ്രോഡായിട്ടുള്ള എൻഡോതെർമിക് പീക്കും കിട്ടും. ഷാർപ്പ് എൻഡോതെർമിക് പീക്ക് ഇൻഡിക്കേറ്റ് the changes in crystallinity or fusion process. അതായത് ക്രിസ്റ്റലാലിറ്റി പ്രോസസ്സ് അല്ലെങ്കിൽ ഫ്യൂഷൻ പ്രോസസ്സ് ഒക്കെയാണ് ഷാർപ്പ് എൻഡോതെർമിക് പീക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് മെൽറ്റിങ്, ഫ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ.
ഇനി ബ്രോഡ് ആയിട്ടുള്ള എൻഡോതെർമിക് പീക്ക് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വിച്ച് ഇൻഡിക്കേറ്റ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ബ്രോഡ് എൻഡോതെർമിക് പീക്കുകൾ കിട്ടുക. ഇനി എക്സോതെർമിക് റിയാക്ഷൻസ് നമുക്ക് കിട്ടുക കെമിക്കൽ റിയാക്ഷൻസ്, അതായത് ഓക്സിഡേറ്റീവ് റിയാക്ഷൻ, അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സോതെർമിക് പീക്ക് കിട്ടുന്നത്. അപ്പോൾ ഡി ടി എയുടെ കർവ് എടുക്കുമ്പോൾ എൻഡോതേംസും ഉണ്ടായിരിക്കും എക്സോതേംസും ഉണ്ടായിരിക്കും. അതിൽ എക്സോതേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? കെമിക്കൽ റിയാക്ഷൻസിനെയാണ്. എൻഡോതേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്യൂഷൻ, മെൽട്ടിങ്, അങ്ങനെയുള്ള ഫിസിക്കൽ ചേഞ്ചസിനെയാണ് എൻഡോതേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എൻഡോതേം തന്നെ 2 പീക്കുകൾ തരും, ഷാർപ്പ് പീക്കും തരും, ബ്രോഡ് പീക്കും തരും. ബ്രോഡ് പീക്ക് കിട്ടുന്നത് ഡീഹൈഡ്രേഷൻ പ്രോസസ്സിനാണ്. ഷാർപ്പ് പീക്ക് നമുക്ക് കിട്ടുന്നത് എന്തിനൊക്കെയാ? ഫ്യൂഷൻ, മെൽട്ടിങ്, അതിനൊക്കെയാണ് നമുക്ക് ഷാർപ്പ് പീക്ക് കിട്ടുന്നത്. ഇനി വരയ്ക്കുന്നത് എങ്ങനെയാ? ഡെൽറ്റ ടി എഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിന്റെ ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് നോക്കാം. ഡി ടി അപ്പാരറ്റസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം എന്ത് വേണം? ഒരു സാമ്പിൾ ഫർണസ് വേണം, അതേപോലെ ഒരു റെഫറൻസ് ഹോൾഡർ വേണം. അതിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമുക്ക് അതിലൊരു തെർമോ കപ്പിൾ വേണം. ഇപ്പൊ ഫർണസ് സാമ്പിള്, റെഫറൻസ് ഹോൾഡർ വിത്ത് തെർമോ കപ്പിൾ അസംബ്ലി. സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് സാമ്പിളിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ ഫർണസ് വേണം. പിന്നെ ആ ഫർണസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളർ വേണം. നമ്മൾ ഹീറ്റിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു കൺട്രോളർ വേണം. പിന്നെ നമ്മൾ ടി ജിയിൽ പഠിച്ചതുപോലെ തന്നെ ഒരു ഫർണസ് അറ്റ്മോസ്ഫിയർ കൺട്രോൾ സിസ്റ്റം വേണം. പിന്നെ ഒരു ആംപ്ലിഫയർ, റെക്കോർഡർ. ഇത്രയൊക്കെയാണ് ഇവിടെ ആവശ്യമുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഡയഗ്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് 2 എണ്ണം വെച്ചിട്ടുണ്ട്, സാമ്പിളും ഉണ്ട് റെഫറൻസും ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫർണസിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഫർണസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു? റെക്കോർഡറിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഓരോ പാർട്ടുകൾ നോക്കാം. ഫസ്റ്റ് വൺ ഫർണസ് വേണം അവിടെ അല്ലേ. ഫർണസ് വെച്ചിട്ടാണ് നമുക്ക് അതിന് ഹീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദിസ് ഫർണസ് ട്യൂബ്സ് ആർ മെയ്ഡ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഫർണസ് ട്യൂബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ്. ആൻഡ് യൂഷ്വലി ദേ ആർ ഇൻസുലേറ്റഡ്. The outer case of the furnace is made of aluminum tube using asbestos wool as internal insulator. ഫർണസിന്റെ ഔട്ടർ സ്പെയിൻസ് അലുമിനിയം ട്യൂബ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ ഇന്റേണൽ ഇൻസുലേറ്റർ ആയിട്ട് ഒരു ആസ്പെറ്റോസ് വൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫർണസ് കഴിഞ്ഞു. ഇനി സാമ്പിളിനും റെഫറൻസിനെയും നമ്മൾ വെക്കാൻ ഒരു ഹോൾഡർ വേണം. അപ്പൊ സാമ്പിൾ ഹോൾഡർ both metallic and non-metallic materials are used for the fabrication of sample holder. മെറ്റാലിക്കും യൂസ് ചെയ്യും, നോൺ മെറ്റാലിക്കും യൂസ് ചെയ്യും. മെറ്റാലിക് നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്കൽ, പ്ലാറ്റിനം, സ്റ്റീൽ അങ്ങനെയുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ളതാണ്. നോൺ മെറ്റാലിക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലാസ്, സിലിക്ക അങ്ങനത്തെ മെറ്റീരിയൽ ആണ് നോൺ മെറ്റാലിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലൊരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. മെറ്റാലിക് ഹോൾഡർ ഗീവ്സ് ഷാർപ്പ് എക്സോതേം ആൻഡ് ഫ്ലാറ്റ് എൻഡോതേം. മെറ്റാലിക് ഹോൾഡർ ആണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഷാർപ്പ് എക്സോതേമും ഫ്ലാറ്റ് എൻഡോതേം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. The non-metallic holders yield sharp endotherm and flat exotherm. ഇനി ഇതിനുള്ളിൽ നമ്മൾ എന്ത് വെക്കണം? ഒരു തെർമോകപ്പിൾ വെക്കണം. തെർമോകപ്പിൾ വെച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. The thermocouples are made from platinum. അപ്പൊ അതാണ് സാമ്പിൾ
ഹോൾഡറിനെ കുറിച്ച് പറയാനുള്ളത്. അതിൽ നമ്മൾ തെർമോകപ്പിൾ വയ്ക്കും. പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ഫർണസ് പ്രോഗ്രാമർ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഏറ്റവും ദ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ DTA ഇൻസ്ട്രുമെന്റ് ഈസ് റെക്കോർഡർ. ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. വർക്കിംഗ് ഓഫ് DTA. The sample tube is fitted with 0.1 to 10 milligram of sample. മാക്സിമം 10 milligram സാമ്പിൾ വരെ നമ്മളൊരു സാമ്പിൾ ട്യൂബിൽ എടുക്കും. And we take another sample tube which is fitted with inert reference material. നമുക്കറിയാം ഒരു റെഫറൻസ് മെറ്റീരിയലും കൂടി വേണം. അപ്പോൾ ഒരെണ്ണത്തിൽ നമ്മൾ എന്തെടുക്കും, സാമ്പിൾ എടുക്കും, മറ്റേതിൽ റെഫറൻസ് മെറ്റീരിയൽ എടുക്കും. റെഫറൻസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അലുമിന, കോഡ്സ് അങ്ങനെയുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നത്. Then these sample tubes, രണ്ട് സാമ്പിൾ ട്യൂബ്സും, these sample tubes are inserted into a block and heated uniformly at constant rate. രണ്ട് നമ്മളൊരു ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചു, അതിനുശേഷം നമ്മൾ ഒരു യൂണിഫോം റേറ്റിൽ അതിനെ ഹീറ്റ് ചെയ്യാണ്. The temperature difference between sample and reference material is continuously recorded against the furnace or reference material temperature. ഒന്നീ സാമ്പിൾ ടെമ്പറേച്ചറിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ റെഫറൻസ് ടെമ്പറേച്ചറിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫർണസ് ടെമ്പറേച്ചറിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദ ഡെൽറ്റ ടി റെക്കോർഡ് ചെയ്യും. In an endothermic change, the sample temperature lag behind the reference temperature. നമ്മൾ പറഞ്ഞു എൻഡോതെർമിക് ചേഞ്ച് വരുമ്പോൾ എന്താ, സാമ്പിൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് റെഫറൻസ് ടെമ്പറേച്ചറിനേക്കാളും കുറവാണ്. എന്താ കാരണം? ദ ഹീറ്റ് റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ ട്രാൻസിഷൻ, the heat required to carry out the transition, and it developed a voltage. അത് നമുക്ക് അവിടെ ഡെൽറ്റ ടി മെഷർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കോർഡർ യൂസ് ചെയ്ത് ടി അഗെയിൻസ്റ്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇനി എക്സോതേംസ് വന്നാലോ, an exothermic change will cause reference material to lag behind the sample temperature and cause a voltage of opposite sign. നമുക്കറിയാം എൻഡോതേം യൂഷ്വലി പ്ലോട്ടഡ് ഡൗൺവേർഡ് ആൻഡ് എക്സോതേം അപ്വേർഡ്. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടും ഓരോ ഹോൾഡറുകൾ എടുക്കുന്നു, ഒരു ബ്ലോക്കിൽ ഇറക്കി വെച്ച് അതിന് യൂണിഫോം റേറ്റിൽ ഹീറ്റ് ചെയ്യണു. ആ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഈ റെക്കോർഡർ റെക്കോർഡ് ചെയ്യും. അത് ഷാർപ്പ് എക്സോതേം ആണെങ്കിൽ അപ്വേർഡ് കർവ് പീക്കായിരിക്കും കിട്ടുക, എൻഡോതേം ആണെങ്കിൽ എന്തായിരിക്കും, ഡൗൺവേർഡ് പീക്കായിരിക്കും കിട്ടുക. ഇത്രയാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. ഇനി നമുക്കൊരു കർവ് നോക്കാം, DT ഓഫ് കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ്. ഈ ഡയഗ്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടെണ്ണത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇൻ എയറും കൊടുത്തിട്ടുണ്ട്, ഇൻ കാർബൺ ഡൈ ഓക്സൈഡും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇൻ എയർ നോക്കുമ്പോൾ ഒരു എക്സോതെർമിക് പീക്കും 2 എൻഡോതെർമിക് പീക്കുമാണ് നമുക്ക് എയറിൽ കിട്ടുന്നത്. അതേസമയം കാർബൺ ഡൈ ഓക്സൈഡ് നോക്കുമ്പോൾ നോക്കിയേ, 3 എൻഡോതെർമിക് പീക്കുകളാണ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇനി ഈ പീക്കുകൾ എന്തിനൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൽ നോക്കുമ്പോൾ എൻഡോതെർമിക് പീക്കുകളാണ് നമുക്ക് എല്ലാം കാണുന്നത്. ഫസ്റ്റ് പീക്ക് ഈസ് അറ്റ് 100 to 200 ഡിഗ്രി സെൽഷ്യസ്. അവിടെ എന്താ കാണിക്കുന്നത്, the calcium oxalate monohydrate is converted into calcium oxalate, അതായത് അൺഹൈഡ്രൈസ് ഫോം. അപ്പൊ അവിടെ ഒരു ഇക്വേഷൻ എഴുതാ,
CaC2O4H2O gives എന്താ CaC2O4 പ്ലസ് വാട്ടർ. അൺഹൈഡ്രസ് ഫോമിക് ആവുന്നതാണ് ഈ ഒരു പീക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പീക്ക് വി ഗെറ്റ് അറ്റ് 500 ഡിഗ്രി സെൽഷ്യസ്. ഇനി 500 ഡിഗ്രി സെൽഷ്യസിൽ എന്താ ഉണ്ടാവുന്നത്? The calcium oxalate is converted into calcium carbonate and calcium oxide അല്ല കാർബൺ മോണോക്സൈഡ്. അതായത് കാൽസ്യം ഓക്സലേറ്റ് CaC2O4 gives calcium carbonate CaCO3 plus CO കാർബൺ മോണോക്സൈഡ്. ഇനി അടുത്ത എൻഡോതെർമിക് പീക്ക് നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? 900. At 900 degrees Celsius, this calcium carbonate is converted into calcium oxide and carbon dioxide. അപ്പോൾ ഇക്വേഷൻ എന്താ വരാ? കാൽസ്യം കാർബണേറ്റ് ഗീവ്സ് CaO കാൽസ്യം ഓക്സൈഡ് പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ 3 എൻഡോതെർമിക് പീക്കുകളാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എടുക്കുമ്പോൾ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ DTA കർവ് കിട്ടുന്നത്. അതേസമയം തന്നെ അത് എയറിൽ നമ്മൾ DTA കൺസിഡർ ചെയ്യുമ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്ന പീക്ക് എന്തായിട്ടാണ് കിട്ടുന്നത്? നമുക്കൊരു എക്സോതെർമിക് പീക്ക് ആയിട്ടാണ് കിട്ടുന്നത്. ഇനി അതെന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം 3 പീക്കുകൾ നമുക്ക് കിട്ടി. ആ 3 പീക്കുകൾ കിട്ടിയത് എന്താ? ആദ്യത്തെ പീക്കിൽ എന്താ എലിമിനേറ്റ് ചെയ്തത്? വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് കാൽസ്യം ഓക്സലേറ്റ് അൺഹൈഡ്രസ് ഫോം ചെയ്തു. രണ്ടാമത്തെ പീക്കിൽ എന്താ എലിമിനേറ്റ് ചെയ്തത്? കാർബൺ മോണോക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് കാൽസ്യം കാർബണേറ്റ് ഫോം ചെയ്തു. മൂന്നാമത്തെ പീക്കിൽ എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ഫോം ചെയ്തു? കാൽസ്യം ഓക്സൈഡ് ഫോം ചെയ്തു. അപ്പൊ ഈ 3 പോയിന്റിലും എന്തുണ്ട്? വെയിറ്റ് ലോസസ് നടന്നിട്ടുണ്ട്. അതാണ് എൻഡോതെർമിക് പ്രോസസ്സ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ എയറിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടിയ DTA ഡയഗ്രാം എന്ന് പറയുന്നത് എന്താ? സെക്കൻഡ് പീക്ക് എന്ന് പറയുന്നത് എക്സോതെർമിക് പീക്കാണ്. പക്ഷെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നോക്കുമ്പോൾ നമുക്കത് കിട്ടുന്നത് എന്തായിട്ടാണ്? എൻഡോതെർമിക് പീക്ക് ആയിട്ടാണ് അത് കിട്ടുന്നത്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് എക്സോതെർമിക് പീക്ക് കിട്ടാനുള്ള കാരണം എയറിൽ കാർബൺ മോണോക്സൈഡിന്റെ ബേണിംഗ് നടക്കും. അങ്ങനെ ബേണിംഗ് നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എക്സോതെർമിക് പീക്ക് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് എയറിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടിയത്? എക്സോതെർമിക് പീക്ക് ഇവിടെ കിട്ടാനുള്ള കാരണം. ഇത് രണ്ടും കാർബൺ മോണോക്സൈഡിന്റെ എലിമിനേഷൻ തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ ഈ എയറിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതിന്റെ ഹീറ്റ്, അതായത് ബേണിംഗ് ഓഫ് കാർബൺ മോണോക്സൈഡ് വിൽ ഒക്യൂർ ഇൻ എയർ. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എക്സോതെർമിക് പീക്ക് ഏത് കേസിൽ കിട്ടിയത്? എയറിന്റെ കേസിൽ കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് DTA കർവ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഫാക്ടർ, സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സാമ്പിൾ ആൻഡ് ഫർണസ് ഹോൾഡർ. സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ സാമ്പിൾ ആൻഡ് ഫർണസ് ഹോൾഡർ. നമുക്ക് ആദ്യം സാമ്പിൾ ഹോൾഡർ നോക്കാം. ഇഫ് ദ സാമ്പിൾ ഹോൾഡേഴ്സ് ആർ മെയ്ഡ് ഫ്രം മെറ്റീരിയൽ ഓഫ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, sharp exothermic peaks are obtained and the flat endothermic peaks are also obtained. അതായത് സാമ്പിൾ ഹോൾഡർ എടുക്കുന്നത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ എക്സോതെർമിക് പീക്ക് എങ്ങനെയുള്ളതായിരിക്കും? ഷാർപ്പ് ആയിരിക്കും. എൻഡോതെർമിക് പീക്ക് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. ഇനി ഇഫ് ദ സാമ്പിൾ ഹോൾഡേഴ്സ് ആർ ഫാബ്രിക്കേറ്റഡ് ഫ്രം മെറ്റീരിയൽ ഓഫ് പുവർ തെർമൽ കണ്ടക്ടിവിറ്റി, എന്തായിരിക്കും? ഇത് നേരെ റിവേഴ്സ് ആയിരിക്കും. ഷാർപ്പ് എൻഡോതേം ആൻഡ് ഫ്ലാറ്റ് എക്സോതെർമിക് പീക്സ് ആർ ഒബ്റ്റെയിൻഡ്. അപ്പോൾ സാമ്പിൾ ഹോൾഡറിന്റെ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് അത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതെന്ന് പറയുന്നത് പീക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഷാർപ്പ് എക്സോതെർമിക്കും ഫ്ലാറ്റ് എൻഡോതെർമിക് പീക്ക് ആയിരിക്കും. പുവർ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ആണെങ്കിൽ
എന്തായിരിക്കും? ഫ്ലാറ്റ് എക്സോതെർമിക്കും ഷാർപ്പ് എക്സോതെർമിക്കും ആയിരിക്കും നമുക്ക് ഫ്ലാറ്റ് എക്സോതെർമിക്കും ഷാർപ്പ് എൻഡോതെർമിക്കും ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി അതേപോലെ തന്നെ സൈസ് ഓഫ് ദ ഹോൾഡർ ഈസ് ഓൾസോ എഫക്ട് ദ DTA curve. പിന്നെ ഫർണസ് ഹോൾഡറിന്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫർണസ് ഹോൾഡർ നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പ്ലാറ്റിനം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഫർണസ് ഹോൾഡർ ഉണ്ടാക്കുന്നത്. The next one, heating rate. Heating rate also affect the DTA curve. Also, the amount of the sample and particle size of the sample affect the DTA curve. The characteristics of the sample will affect the DTA curve, which include the particle size of the sample, the amount of the sample, the swelling or shrinkage characteristics of the sample, the packing density, heat capacity, thermal conductivity, and chemical reactivity of the sample. ഇതിനെല്ലാം എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? DTA കർവ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Next one, applications of DTA. Applications of DTA. ഫസ്റ്റ് വൺ നമുക്ക് ഇനോർഗാനിക് കോമ്പൗണ്ടിൽ അതിന്റെ അപ്ലിക്കേഷൻസ് നോക്കാം. The DTA technique has been applied to identification of mixed clays, thermal stabilities of inorganic compound, then identification of new compound in a specific reaction, also the purity of mixtures. ഇതിനെല്ലാം നമ്മൾ ഇനോർഗാനിക്കിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ DTA ടെക്നിക്ക് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, അനാലിസിസ് ഓഫ് ഹൈഡ്രോക്സൈഡ്. Analysis of hydroxide. Analysis of hydroxides. DTA is very sensitive tool for ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെന്റ് ഓഫ് ഗിബ്സൈറ്റ്. ഗിബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? അലുമിനിയം ഹൈഡ്രോക്സൈഡ്. The analysis is often hampered by presence of hydrated iron oxide. ഹൈഡ്രോക്സൈഡിന്റെ അതെന്ന് പറയുന്നത് ജോയ്തൈറ്റ് ആണ്. അയണിന്റെ അതായത് FeOH. അതായത് നമ്മൾ ഈ അനാലിസിസ് എടുക്കുമ്പോൾ ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡും അതേപോലെ അയൺ ഡീഹൈഡ്രോക്സൈഡും സെയിം ടെമ്പറേച്ചറിലാണ് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേസമയം നമ്മളൊരു സ്ട്രോങ്ലി റെഡ്യൂസിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ എടുക്കുകയാണെങ്കിൽ ഈ
രണ്ടിൻ്റെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഹൈഡ്രോ നമ്മൾ 450°C വരെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗിബ്സൈറ്റിന്റെ ഒരു പീക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു തരാം. These two hydroxide which dehydrate at approximately same temperature. These two hydroxide dehydrate at approximately same temperature. In a strongly reducing atmosphere, DTA method has been developed. DTA method has been developed to determine the amount of gibbsite from the dehydration peak without the iron hydroxide present by heated to 450°C in a hydrogen atmosphere and then air to 1000°C. അപ്പോൾ DTA മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ അറ്റ്മോസ്ഫിയറിൽ 450°C വരെ ഹീറ്റ് ചെയ്യുകയും എയറിൽ 1000°C വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ഹൈഡ്രോക്സൈഡിന്റെ പീക്ക് ഇല്ലാതെ ഗിബ്സൈറ്റിന്റെ പീക്ക് മാത്രം DTA ടെക്നിക്കിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മൾ അലുമിനിയത്തിന്റെയും ഈ അയണിന്റെ ജോയ്തൈറ്റ് എന്ന് പറഞ്ഞ ഹൈഡ്രോക്സൈഡും ഡീഹൈഡ്രേഷൻ നടക്കുന്നത് സെയിം ടെമ്പറേച്ചറിലാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ വരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ എമൗണ്ട് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് കണ്ടുപിടിക്കാനുള്ള ഒരു DTA മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ അറ്റ്മോസ്ഫിയറിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 450°C വരെ ഹീറ്റ് ചെയ്യുന്നു. അതേപോലെ എയറിൽ 1000°C വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അയൺ ഹൈഡ്രോക്സൈഡിന് പകരം എന്തിന്റെ പീക്ക് മാത്രം നമുക്ക് കിട്ടും? ഗിബ്സൈറ്റിന്റെ പീക്ക് മാത്രം നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിൽ അതിന്റെ അപ്ലിക്കേഷൻ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ടിലെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സോൺ മെൽറ്റിംഗ് ആൻഡ് DTA. സോൺ മെൽറ്റിംഗ് ആൻഡ് DTA. സോൺ മെൽറ്റിംഗുമായിട്ട് DTA അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് ഓർഗാനിക്കില് അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോൺ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദ ഫിസിക്കൽ സെപ്പറേഷൻ ബേസ്ഡ് ഓൺ സെഗ്രിഗേഷൻ ഓഫ് ഇംപ്യൂരിറ്റി ഡ്യൂറിങ് ഫ്രീസിങ്. നമ്മൾ മെറ്റലർജിയിലൊക്കെ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാവും. which involve the physical separation based on segregation of impurity during freezing. ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് in 1960 the system phenandring and anthracene by Sohn melting and DTA and determine the phase diagram of two component system. ഈ സോൺ മെൽറ്റിങ്ങും DTയും യൂസ് ചെയ്തിട്ടാണ് ഫിനാൻഡ്രിന്റെയും ആന്ത്രസിന്റെയും 2 കമ്പോണന്റ് സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രാം ഡിറ്റർമിൻ ചെയ്തത്. The purity of phenandrine and anthracene was determined by DTA. The mixture of purified phenandrine and anthracene was prepared having different composition and each sample is subjected to DTA. നമ്മൾ അതിന് പ്യൂരിഫൈഡ് സാമ്പിൾ എടുത്തു. നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്താ ഡിഫറെന്റ് കോമ്പോസിഷൻസ് ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ഡിഫറെന്റ് കോമ്പോസിഷൻസ് ഈ മിക്സ്ചറിന് ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്തു? DTA ടെക്നിക്കിന് വേണ്ടി സബ്ജക്റ്റ് ചെയ്തു. In all cases, the endothermic changes in organic system result in increasing the temperature difference between the sample and block. From the combined result of DTA and Sohn melting, the phase diagram was constructed.
ഇത് വെച്ചിട്ടാണ് ഫിനാന്ത്രിന്റെയും അതേപോലെ ആന്ത്രസീന്റെയും ഫേസ് ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്തത്. ഇതാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഡി ടി എ ടെക്നിക്ക് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഡി ടി എ ടെക്നിക്ക് എന്താണെന്ന് പഠിക്കുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് സാമ്പിൾ ആൻഡ് റെഫറൻസ് മെറ്റീരിയൽ ഈസ് റെക്കോർഡഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് സാമ്പിൾ ടെമ്പറേച്ചർ, റെഫറൻസ് ടെമ്പറേച്ചർ ഓർ ഫർണസ് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുന്നത് ഡെൽറ്റ ടി അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ ആണ് ഇതിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അത് ഫർണസ് ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ എന്താവാം റെഫറൻസ് ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ സാമ്പിൾ ടെമ്പറേച്ചർ ആവാം. ഇനി ഇവിടെ നമുക്ക് എന്ത് കിട്ടും, എക്സോതെർമിക് ആയിട്ടുള്ള പീക്കുകളും കിട്ടും, അതേപോലെ തന്നെ എന്ത് കിട്ടുന്നുണ്ട്, എൻഡോതെർമിക് ആയിട്ടുള്ള പീക്കുകളും കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ പ്രോസസ്സിനാണ് പഠിക്കുക, പിന്നെ അതിന്റെ വർക്കിംഗ് എന്താണ്, ഇൻസ്ട്രുമെന്റ് ഏതൊക്കെ കമ്പോണൻസ് ആണ് എൻ്റെ ഇൻസ്ട്രുമെന്റിൽ ഉള്ളത്, പിന്നെ അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, പിന്നെ ആ രണ്ട് അപ്ലിക്കേഷൻ. ടി ജി എ പഠിച്ച അത്രയും അധികം എക്സ്പ്ലനേഷൻസ് ഒന്നും ഡീറ്റെയിൽ ഇല്ല, ആവശ്യമുള്ളത് മാത്രം അതിൽ പഠിക്കുക.